ഇന്ന് രാവിലെയാണ് ദേവേന്ദുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ പുലർച്ചെയുണ്ടായ തീപിടുത്തവും പരിസരത്ത് നിന്ന് കണ്ടെത്തിയ കുരുക്കിട്ട കയറുമാണ് സംഭവത്തിലെ ദുരൂഹത ഏറ്റിയത്. ഇന്നലെ രാത്രി മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെ കാണാനില്ലെന്ന് ഇന്ന് രാവിലെ കുടുംബം പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ വീടിന് സമീപത്തെ കിണറ്റിൽ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഫയർഫോഴ്സ് എത്തി കുഞ്ഞിനെ പുറത്തെടുത്തു. മാതാപിതാക്കളെയും വീട്ടിലുണ്ടായിരുന്ന മുത്തശ്ശിയെയും കുഞ്ഞിന്റെ അമ്മാവനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. രാത്രിയിൽ കുഞ്ഞ് ആർക്കൊപ്പമാണ് കിടന്നത് എന്നതിൽ ഇവരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. ദേവേന്ദു തനിക്കും മാതാപിതാക്കൾക്കുമൊപ്പം ഒരു മുറിയിലായിരുന്നു കഴിഞ്ഞതെന്ന് സഹോദരി 24നോട്. അച്ഛൻ കട്ടിലിൽ കിടന്ന് ഞാനും അമ്മയും വാവയും കൂടെ തറയിൽ കിടന്നു. കുഞ്ഞിന്റെ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കടുത്ത സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുണ്ടായിരുന്നെന്ന് നാട്ടുകാർ. ദുരൂഹത മാറ്റണമെന്ന് MLA M. വിൻസെന്റ്. മൂത്ത കുഞ്ഞിനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇളയ കുഞ്ഞിനെ എടുത്ത് അച്ഛൻ്റെ അടുത്ത് കിടത്തിയിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. ഇവരെല്ലാവരും എഴുന്നേറ്റ് ഈ പ്രവൃത്തികളൊക്കെ നടക്കുന്ന സമയത്താണ് ഇത് കാണാൻ കുട്ടിയെ കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു സംഭവം. പുലർച്ചെ കുഞ്ഞിന്റെ അമ്മാവന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. മണ്ണെണ്ണ ഒഴിച്ച് വസ്ത്രങ്ങളും കട്ടിലിന്റെ ഒരു ഭാഗവും കത്തിയ നിലയിലാണ്. കിണറിന്റെ ഭാഗത്ത് കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് 36 ലക്ഷം രൂപ മോഷണം പോയെന്ന് പോലീസിൽ കുടുംബം വ്യാജ പരാതി നൽകിയിരുന്നു. പിന്നീട് പോലീസിൽ പരാതി എഴുതി നൽകാൻ കുടുംബം തയ്യാറായിരുന്നില്ല. വീട്ടിൽ ഉറങ്ങിക്കിടന്ന 2.5 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ട നിലയിൽ രാവിലെ കണ്ടെത്തിയത്. ദുരൂഹത പൂർണ്ണമായി മാറേണ്ടതുണ്ട്. ദുരൂഹത മാറ്റേണ്ടത് പോലീസുമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.